ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ശബരിമല ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ഓൺലൈനായിട്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ സീസൺ ടൈം ആണെങ്കിലും ഓഫ് സീസൺ ടൈം ആണെങ്കിലും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ശബരിമല ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ശേഷം നമ്മൾ സെർച്ച് കൊടുക്കാം. തുടർന്ന് വരുന്ന ഫസ്റ്റ് വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതിയാവും. ഇനി നമ്മൾ ഇതുവരെ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇവിടെ നമ്മുടെ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 MB താഴെയുള്ള സൈസിലാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പേര് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നമ്മുടെ അഡ്രസ്സ്, അങ്ങനെ കുറച്ച് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ താഴെയായിട്ട് സെലക്ട് ഫോട്ടോ ID പ്രൂഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആധാർ ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആധാർ സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ആധാർ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ മെയിൽ ID നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഫോറിനേഴ്സിന് മാത്രമാണ് മെയിൽ ID മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ഇനി താഴെയായിട്ട് ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു പാസ്വേഡ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് നമ്മളിവിടെ ഒന്നും കൂടെ കൺഫേം ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം താഴെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക കേട്ടോ. ഇനി നമുക്കൊരു മൊബൈൽ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഹോം പേജിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം സെലക്ട് ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഡേറ്റ് ആണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് സെലക്ട് റൂട്ട് ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, പമ്പ ടു മരക്കൂട്ടം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ എത്തുന്ന സമയം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ നോക്കുകയാണെങ്കിൽ സെൽഫ്, അതേഴ്സ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാനാണെങ്കിൽ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഇനി മറ്റുള്ളവർ നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരു ലോഗിനിൽ 5 പേരെ വരെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ ആഡ് പിൽഗ്രിം എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം. ഇനി നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ ബുക്ക് ചെയ്യാനുള്ളത് അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് പേര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഫോട്ടോ ID ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഏത് ID പ്രൂഫാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ആധാർ ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആധാർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആധാർ കാർഡിന്റെ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ്. അതിനായിട്ട് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ ബുക്ക് ചെയ്യുന്നത് അവരുടെ ഫോട്ടോ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി താഴെയായിട്ട് കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അങ്ങനെ നമ്മുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി താഴെയായിട്ടൊരു കൺഫർമേഷൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ആഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ വീണ്ടും നമ്മളോട് ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ എസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരാളെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് പിൽഗ്രിം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ വീണ്ടും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബുക്ക് ചെയ്യുന്നതിനായിട്ട് ഇവിടെ സെലക്ട് പിൽഗ്രിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തവരുടെയൊക്കെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമ്മളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തവരുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് പ്രസാദം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അരവണ, അപ്പം, അഭിഷേക്, നെയ്യ്, ഇതെല്ലാം തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്താൽ മതിയാവും. ഇനി തൊട്ട് താഴെയായിട്ട് പിൽഗ്രിം റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് സംഭാവന കൊടുക്കാം. താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ശേഷം ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക.
ആഡ് ടു വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിഷ് ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡേറ്റ്, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുള്ള സമയം, എത്ര പേരാണ് പോകുന്നത്, അതെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ബുക്കിംഗ് ID, അതുപോലെ തന്നെ ഡേറ്റ്, സ്ലോട്ട് ഇതെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്, സക്സസ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്, സ്ലോട്ട്, ടൈം ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ടിക്കറ്റ് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.